ഇച്ചിരി ജാടയുണ്ടെന്ന് തോന്നുന്നു സംസാരത്തില്. അത് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ഈ ഒരു ക്വസ്റ്റ്യനും നിങ്ങൾ ചോദിക്കാൻ ഞാൻ പാടില്ല. ചോദിക്കും, എന്റെ ഇന്റർവ്യൂവിൽ ഞാൻ ചോദിക്കും. എനിക്ക് അങ്ങനെ മറുപടി പറയാൻ പറയാൻ താല്പര്യമില്ല. അഹങ്കാരം അഹങ്കാരം തന്നെയാണ്. ഇന്റർവ്യൂടെ ചേർത്ത് നമുക്ക് അഹങ്കാരം ഉള്ള ഓക്കേ. അല്ലല്ല എനിക്ക് വൈൻഡപ്പ് ചെയ്യണം. അല്ലല്ല വൈൻഡപ്പ് ചെയ്യണം. അവിടെ വൈൻഡപ്പ് ചെയ്യണം. അവിടെ ഇരിക്കും. അനുവാദമില്ല. നിങ്ങൾ എന്തിനാണ് ഞങ്ങൾ ഇത്രയും ദൂരം വന്നതല്ലേ? നിങ്ങൾ ഇത്ര ദൂരം വന്ന് പറഞ്ഞ എന്റെ കയ്യിൽ പിടിക്കണം. ഇയാളോണ്ട് കേസ് കൊടുക്കും, കൈ പിടിച്ച് കേസ് കൊടുക്കും. കേസ് കൊടുക്കേണ്ടതാണെങ്കിൽ കൊടുക്കും. ഇത്ര സംസ്കാരം ഇല്ലാത്ത ആരോടും ഇനി സംസാരിക്കും താല്പര്യം. ഹായ് ഹലോ നമസ്കാരം, മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കിടുന്നത് കൊട്ടാരക്കര നിവാസിയാണ്. സിനിമയെ സീരിയലുമായിട്ട് ഒരു ബന്ധവും ആ കുടുംബക്കാർക്കില്ല. പക്ഷെ എങ്ങനെയൊക്കെയോ സീരിയലിൽ വന്നു പെട്ടു. ഇപ്പൊ നായികയായ അനിത്യപ്രാവിലൂടെ നമുക്കെല്ലാം സുപരിചിതയാണ്. സ്വാഗതം ചെയ്യാം നാസില നസ്രുദ്ദീൻ. ഹായ് നമസ്കാരം ഒന്നും കൂടെ. അപ്പൊ 2024 തുടക്കം, അവിടെ തന്നെ തുടങ്ങാം. എങ്ങനെയുണ്ട്? 2024 ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇതുവരെ കുഴപ്പമൊന്നും ഇല്ലാതെ ഇങ്ങനെ പോകുന്നുണ്ട്. 12 ദിവസം ആയിട്ടുള്ളൂ അല്ലേ? വെറും 12 ദിവസമല്ലേ ആയിട്ടുള്ളൂ. ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. 2024 നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ജീവിതത്തിലേക്ക് വന്നിട്ട് ഏതെങ്കിലും നല്ല ഭാഗ്യമുണ്ടോ? 2024 വരുന്നൊരു ഭാഗ്യമുണ്ട്. ഇതുവരെ വരാൻ പോകുന്ന ഒരു ഭാഗ്യമുണ്ട്. അത് അപ്കമിങ് ആണ്. അത് ഇപ്പൊ എന്തായാലും തൽക്കാലം ഞാനത് പറയുന്നില്ല. നടന്നു കഴിഞ്ഞിട്ട് പറയാം. അത്ര മതി. ഹോപ്പ്ഫുള്ളി നമുക്ക് നോക്കാം. കാര്യം എന്ന് വെച്ചാൽ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നടക്കണമെന്നില്ല. അതെ അതെ. നമ്മുടെ ഈ സീരിയലിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് ഒരു സ്റ്റാർഡം അല്ലെങ്കിൽ ഒരു ഫെയിം ആവുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. അപ്പൊ അത് നാസിലയെ തേടി വന്നപ്പം ഹൗ ഡു ഫീൽ? അഭിമാനമായിരുന്നു. എല്ലാവർക്കും തോന്നുന്ന പോലെ പെട്ടെന്നൊരു ഫെയിം വന്നപ്പോ എനിക്ക് ഭയങ്കര അഭിമാനമായിരുന്നു. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ആൾക്കാരെ നമ്മൾ തിരിച്ചറിയും. അങ്ങനെയൊക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷവും അഭിമാനവും ഒക്കെ തന്നെയാണ്. സെൽഫി എടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. സെൽഫി എടുക്കുമ്പോ ആദ്യമൊക്കെ പക്ഷെ സത്യം പറഞ്ഞ ഒരു നാണക്കേട് പോലെയായിരുന്നു. എന്റെ സെൽഫി ഞാൻ അത്രക്കൊക്കെ ഉണ്ടോ എന്നൊക്കെ ഉള്ളൊരു തോന്നലായിരുന്നു. പിന്നെ പിന്നെ ഓക്കെ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എടുക്കുമ്പോ എന്താ കുറച്ച് പ്രൗഡ് അങ്ങനെ തന്നെയാണ്. നമ്മൾ എവിടേക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടു എന്നുള്ളൊരു തോന്നല്. പിന്നെ ചിലര് വന്നിട്ട് നമ്മളോട് സ്വന്തം വീട്ടിലുള്ള ഒരു കുട്ടീനെ പോലെയാണ് നമ്മളോട് വന്ന് സംസാരിക്കണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോ ഭയങ്കര സന്തോഷമാണ് സത്യം പറഞ്ഞാൽ. പണ്ട് തൊട്ട് കാണുമ്പോൾ ഞാൻ 2-3 വർഷമായിട്ട് കാണുമ്പോ എപ്പോഴും ഫേസ് ഇങ്ങനെയാണ്. ഈ മേക്കപ്പ് എല്ലാം എപ്പോഴും കാണാൻ പറ്റും. മേക്കപ്പ് ആണോ അതോ ഒറിജിനൽ ആണോ? ഒറിജിനൽ ഉണ്ട്, മേക്കപ്പ് ഉണ്ട്. അല്ല അത് വേണമല്ലോ, മേക്കപ്പ് മസ്റ്റായിട്ട് വേണമല്ലോ, ഇല്ല നടക്കത്തില്ല. മേക്കപ്പ് നമ്മുടെ ഇഷ്ടമല്ല. അതെ തീർച്ചയായിട്ടും കൊണ്ടുപോകണം. ഈ നമ്മള് സീരിയലിലേക്ക് വരുമ്പോ സ്റ്റാർട്ടിങ്ങിൽ പോകുന്ന ആക്ട്രസിനൊക്കെ ഉണ്ടാവാറുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. കാര്യം അവരുടെ ഏറ്റവും വലിയൊരു വേർഡാണ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പം ഹീറോയിൻ ആയിക്കോട്ടെ, നമ്മളിപ്പം സൈഡ് റോൾ ചെയ്യാൻ പോകുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ പാസിംഗ് റോൾ ചെയ്യാൻ പോകുന്നവരായിക്കോട്ടെ, എല്ലാവരോടും ചോദിക്കുന്ന ചോദ്യം കേട്ടിട്ടേ ഉള്ളൂ. എനിക്ക് അനുഭവമില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഇപ്പൊ എനിക്ക് സീരിയലിൽ പോയ ടൈമിൽ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ മൂവി ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ വരാറുണ്ട്. വരുമ്പോ അവര് ആദ്യം ഇപ്പം വിളിക്കും, നിങ്ങൾ സെലക്ട് ആയി, സ്റ്റോറി ലൈൻ ഒക്കെ പറഞ്ഞു തരും. അത് കഴിഞ്ഞ് അതിന്റെ ഡയറക്ടറോ അല്ലെങ്കിൽ പ്രൊഡ്യൂസറോ ആരെങ്കിലും വിളിച്ചിട്ട് ചോദിക്കും അഡ്ജസ്റ്റ്മെന്റിന് റെഡി ആണോ, എങ്കിൽ നമ്മൾ ഈ ക്യാരക്ടർ ബൂസ്റ്റ് ചെയ്യാം, അടുത്ത പ്രൊജക്ട് നിങ്ങൾക്ക് തരാം. ഞാൻ പറയണ്ട പൊന്നു ചേട്ടാ, എനിക്കതിന് താല്പര്യം. അത് ഞാൻ ചോദിച്ചിട്ടില്ല. എങ്കിലും അവർ പറയത്തില്ലേ ഡയറക്ടറും പ്രൊഡ്യൂസറും കൺട്രോളറും ഒക്കെ കാണും എന്നൊക്കെ ചിലർ പറയാറുണ്ട്. അങ്ങനെ എനിക്ക് ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഓൺ പ്രൊഡ്യൂസർ തന്നെ വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ പ്രൊഡ്യൂസറിനെ അഡ്ജസ്റ്റ് ചെയ്ത ആളുടെ അടുത്ത മൂവിയിലും എനിക്ക് അവസരം തരാം. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട എന്റെ പൊന്നു ചേട്ടാ. അതുപോലെ ഒരിക്കലും ഒരു കാസ്റ്റിംഗ് കോൾ എന്തോ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതുപോലെ വിളിച്ചിട്ട് എന്നെ കോൺടാക്ട് ചെയ്തിട്ട് അഡ്ജസ്റ്റ്മെന്റ് റെഡിയാണോ എന്ന് ചോദിച്ചു. എനിക്കപ്പൊ എന്തോ ഒരു മൂഡിലേക്കായിരുന്നു. ഞാൻ പറഞ്ഞേ ചേട്ടൻ റെഡിയാണോ, വർക്കുള്ളപ്പോ ഞാൻ വിളിക്കാന്ന് പറഞ്ഞു. ചേട്ടൻ റെഡിയാണോ, ഞാൻ വർക്കുള്ളപ്പോ പറയാന്ന് പറഞ്ഞു. ആ പോയ പോക്കിനാണ്. അങ്ങനെ ഈ പ്രൊഡ്യൂസർ പറഞ്ഞ സമയത്ത് പറയാൻ പറ്റുന്ന പേര് വല്ലതും ആണോ അദ്ദേഹത്തെ? അല്ലെങ്കിൽ നമ്മുടെ ഈ ഇൻഡസ്ട്രിയിൽ അറിയപ്പെടുന്ന ഒരു പ്രൊഡ്യൂസർ? ഇൻഡസ്ട്രിയിൽ അറിയപ്പെടുന്നവരൊക്കെ തന്നെയാണ്. എത്ര സിനിമകൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഇപ്പം നിലവിൽ? ഒരുപാട് പടങ്ങൾ ചെയ്ത് ഒരുപാട് പേരെ കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ സത്യം പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഇവരുടെയൊക്കെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഉണ്ടാകും എന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കത്തില്ല. അങ്ങനെയുള്ള ഒരുപാട് പ്രൊഡ്യൂസർമാരാ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിന്റെ അടുത്ത് നിന്നൊക്കെ എനിക്ക് ആ ഒരു രീതിയിലുള്ള അപ്രോച്ച് ഉണ്ടായിട്ടുണ്ട്. അല്ല നാസില അങ്ങോട്ട് വിളിച്ചാണോ അത് ഇങ്ങോട്ട് കോൾ ചെയ്തിട്ട്? ഇങ്ങോട്ട് കോൾ ചെയ്തിട്ടാണ് അത് ചോദിക്കാറുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കാസ്റ്റിംഗ് കോൾ അയച്ചിട്ട് അതോടുകൂടി ഞാൻ കാസ്റ്റിംഗ് കോൾ അയക്കുന്ന പരിപാടി നിർത്തി. നമുക്ക് വിധിച്ചിട്ടുള്ളതാണെങ്കിൽ വരട്ടെ എന്നുള്ളത് തന്നെ മാത്രമേ വിചാരിക്കാറുള്ളൂ. ഇൻഷാ അല്ലാ. അല്ല അങ്ങനെ പറയുമ്പോൾ നമുക്ക് ചില വിഷമങ്ങൾ ഉണ്ടാവാറില്ല. കാര്യം
നമ്മൾ ചില സീരിയൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റാർഡം നോക്കാതെ നമ്മളെ വീണ്ടും അഡ്ജസ്റ്റ്മെന്റിലേക്ക് വിളിക്കുമ്പോൾ ദേഷ്യമാണോ തോന്നാറുള്ള സങ്കടമാണോ? എനിക്ക് ആദ്യമൊക്കെ എനിക്ക് ഒരു സ്റ്റേജിൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട്. എന്താണ് ഇവര് എല്ലാരും എന്തിനാണ് ഇങ്ങനെ വിളിക്കുന്നത്, ഈ ഒരു കാര്യമൊക്കെ പറയുമ്പോൾ എല്ലാം നിർത്തണം എന്നൊക്കെ ഉള്ള ഒരു തോന്നലൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്. പക്ഷെ പിന്നെ ഞാൻ വിചാരിക്കും, നമ്മൾ ഒരാളോ രണ്ടാളോ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മുടെ ടാലന്റ് എന്ന് പറഞ്ഞാൽ അങ്ങനൊന്നും പോകുന്നതല്ലോ. നമുക്ക് ടാലന്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്നായാലും ഒരു സ്റ്റേജിൽ നമ്മൾ അതുകൊണ്ട് ഞാൻ അത് മൈൻഡ് ആക്കത്തില്ല. അങ്ങനെയുള്ളത് എനിക്ക് വേണ്ട, നല്ല രീതിയിൽ വരുന്നത് നമുക്ക് കിട്ടേണ്ട നമുക്ക് ഉറപ്പായിട്ട് നമ്മൾ തേടിയെത്തും. അത്രേ ഉള്ളൂ, അത് മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. ഇപ്പൊ ഈ ഒരു കൊട്ടാരക്കരയിൽ ഇവിടെ ആരും അറിയാതെ കിടന്ന് ഞാൻ ഇപ്പൊ ആരെങ്കിലും ഒക്കെ അറിയുന്നുണ്ടെങ്കിൽ, രണ്ടുപേരെ അറിയുന്നുണ്ടെങ്കിൽ പിന്നെ ഉറപ്പായിട്ടും എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. എന്താണ് ക്വാളിഫിക്കേഷൻ, എന്ത് കഴിഞ്ഞാണ്? എന്റെ ക്വാളിഫിക്കേഷൻ വന്നിട്ട് ഞാൻ ഡിഗ്രി BCA ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഏവിയേഷൻ മാനേജ്മെന്റ് ചെയ്തു. ഏവിയേഷൻ ഇൻസ്ട്രക്ടർ ആയിട്ട് വർക്ക് ചെയ്തോണ്ടിരുന്നപ്പോഴാണ് ഇതിലേക്ക്. ഞാൻ കോളേജൊക്കെ ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെയായിരുന്നു, NSSലായിരുന്നു പഠിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഏവിയേഷൻ പഠിച്ചത് അടൂരായിരുന്നു. നാട്ടിൽ തന്നെയായിരുന്നു, എല്ലാം നാട്ടിൽ തന്നെയായിരുന്നു. നാസ്ലയുടെ സഹോദരൻ ഒരു ഉഗ്രൻ ഒരു പ്രൊഡ്യൂസറാണ്. ഒരു നല്ലൊരു ചെറുപ്പക്കാരന് 10-25 വയസ്സായപ്പോ തന്നെ കുറെ പിന്നെ സിനിമകളിലേക്ക് പോകാനായിട്ടും എത്ര പടം ചെയ്തിട്ടുണ്ട് നാസ്? എത്ര പടം ചെയ്തിട്ടുണ്ട്? നാസ് 2 പടമാണ് ചെയ്തിട്ടുള്ളത്. ഒരു മലയാളം മൂവി ചെയ്തിട്ടുണ്ട്, ക്രോസ് റോഡ്സ് എന്നാണ് പേര്. അതുപോലെ തന്നെ ഒരു തമിഴ് മൂവി ചെയ്തിട്ടുണ്ട്. ക്രോസ് റോഡ്സ് ഒരു കുറെ കഥകൾ വരുന്ന സിനിമ, രഞ്ജിൻ ലാൽ ഡയറക്ടർ. എന്താണ് പ്രദീപ് മോഹൻ എന്ന് പറയുന്നത്. രഞ്ജിൻ ലാൽ സാറിന്റെ കഥ അതില് വന്നിട്ട് ടോട്ടൽ 10 സ്റ്റോറീസ് ആണ്. 10 ഡിഫറെന്റ് സ്റ്റോറീസ് വരുന്ന ഒരു മൂവിയായിരുന്നു. പിന്നെ ഒരു തമിഴ് പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്. അത് ഓൺഗോയിങ് അല്ല, അത് റിലീസ് ആയില്ല. പൈസ പോയി, അത് റിലീസ് ആയില്ല. പിന്നെന്ന് പറയുന്നത് ഇനി ഒരു മൂവി വരാനിരിപ്പുണ്ട്. അതൊരു നല്ല കിടിലൻ പ്രൊജക്ട് ആണ്, നമ്മുടെ മലയാളത്തില് തന്നെയാണ്. അത് ഞാൻ ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും. ഇപ്പൊ അത് ദിലീപ് ഏട്ടനെ വെച്ചിട്ടുള്ള ഒരു പ്രൊജക്ട് ആണ്. ഇറങ്ങിയിട്ടില്ല, അത് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ട്. ഞാൻ എന്നെങ്കിലും ചോദിച്ച് കാല് പിടിക്കാനും ഉറപ്പായിട്ടും പറയണം. കൊട്ടാരക്കരക്കാരല്ലേ, വരണ്ടേ? പിന്നെ നമ്മള് ഇടയ്ക്ക് കുറെ കോൺട്രവേഴ്സീസ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ വന്നോണ്ടിരിക്കും. അതിന് ഇടയ്ക്ക് ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾ സജ്ന ഫിറോസ് ഭയങ്കര തിക് ഫ്രണ്ട്സ് ആണ് നിങ്ങൾ. പക്ഷെ സജ്നയും ഫിറോസും ഇപ്പം സജ്ന ഫിറോസ് ആയി, സജ്ന ഫിറോസ് ഇല്ല. അവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇന്റർവ്യൂസിൽ അവർ കറക്റ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത്. സത്യത്തിൽ എന്താണ് അവർക്കിടയിൽ ഉണ്ടായത് സംഭവം? അതവരുടെ സത്യം പറഞ്ഞാൽ അതവരുടെ തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെന്ന് പറയുന്ന രണ്ടുപേരും എന്റെ നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആണ്. ഇപ്പൊ ഫിറോസിക്ക ആയാലും സജനാത്ത ആയാലും എന്റെ രണ്ടുപേരും എന്റെ തിക് ഫ്രണ്ട്സ് ആണ്. അപ്പോ എന്താ പറയാ, അവരിപ്പോ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാനത് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ 2 വ്യക്തികൾ തമ്മിൽ ഒരുമിച്ച് പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവരിങ്ങനൊരു ഡിസിഷൻ എടുക്കുന്നത് തന്നെയാണ് നല്ലത്, അല്ലെ? അല്ല, അതെന്തുകൊണ്ടാ കാരണം ചോദിച്ചിട്ടുണ്ടോ? അവര് പോലും റിവീൽ ചെയ്തിട്ടില്ല. അല്ലെങ്കിലും നാസിലോട് ചെറുതായിട്ടെങ്കിലും പറയാലോ. ചില ഫിറോസൊക്കെ പറയുന്നുണ്ടായിരുന്നു അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്, ചിലപ്പോ നമ്മൾ അതിനകത്ത് എനിക്ക് അങ്ങനെ എനിക്ക് പറയാനില്ല ഒന്നും. അത് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. എങ്കിലും നാസിലേക്ക് അത്രയും അടുത്തിരുന്നോണ്ട് പറയാൻ പറ്റുമായിരിക്കില്ല. എങ്കിലും ഞാൻ അവരെ കാണുമ്പോഴൊക്കെ അവര് നല്ല ബെസ്റ്റ് കപ്പിൾസ് ആയിട്ട് തന്നെയാണ് അവരെ കണ്ടിട്ടുള്ളത്. എപ്പോഴും അങ്ങനെ തന്നെയാണ് അവര്. ഇപ്പൊ ഞാനിപ്പോ ഒരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പൊ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവര് ഫിറോസിക്ക അല്ല, സജിനത്തായിരുന്നു. ആൻഡ് ആ സമയത്താണെങ്കിലും എപ്പോഴും ഫിറോസിക്ക കൂടെ ഉണ്ട്. അവരെപ്പോഴും ഒരുമിച്ച് തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കപ്പിൾസ് ആയിരുന്നു. അപ്പൊ ആദ്യം കേട്ടപ്പം എനിക്കും ഒരു ഷോക്കായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു അത് 2 വ്യക്തികളുടെ 2 പേരുടെ ഡിസിഷനാണ്. അപ്പൊ അവർക്കത് ഓക്കെ, ആ ഒരു ഡിസിഷൻ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുള്ളൂ. അത് കേട്ട ഷോക്കായപ്പോ ചോദിച്ചായിരുന്നു എന്താ സംഭവം എന്നുള്ളത്? ഞാൻ എന്താണെന്ന് ചോദിച്ചില്ല. 2 പേർക്കും പക്ഷേ മെസ്സേജ് അയച്ചു. ഇടയ്ക്കൊരു കാരണം ഉണ്ടായിരുന്നു. ആ മെസ്സേജ് അയച്ചപ്പോഴേ 2 പേർക്കും മെസ്സേജ് അയച്ചു. ഞാൻ 2 പേർക്കും എന്താ പറയാ, ഈ ഒരു അയ്യോ അങ്ങനെ പറ്റിപ്പോയി, അങ്ങനെ സിമ്പതി ഒന്നും കാണിച്ചില്ല. 2 പേരുടെയും ഡിസിഷനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ 2 പേർക്കും ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ല, ഇടയ്ക്കൊരു കാര്യം പറയാനുള്ളത്, അവർക്ക് ഇടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനിടയ്ക്കാണ് ഷിയാസ് കരീമിന്റെ പേര് വന്നത്. ഷിയാസ് കരീമും നാസ്രിയായിട്ട് നല്ല വിവാദത്തിൽ നിൽക്കുന്ന എല്ലാവരും കോൺട്രവേഴ്സീസ് ഉള്ള ആൾക്കാരായിട്ടെല്ലാം ചൂസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഷിയാസ് കരീമുമായിട്ട് കുറെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്, റീൽസ് ആയാലും എല്ലാം കണ്ടിട്ടുണ്ട്. അപ്പൊ അത് ഷിയാസ് കരീമിന്റെ ഒരു പ്രശ്നത്തിലാണ് ഇത് ഡിവോഴ്സ് ആവാൻ പോകുന്നതിനൊക്കെയുള്ള സംസാരങ്ങൾ ഉണ്ടായി. അതിന്റെ സത്യാവസ്ഥ അറിയില്ല, അതുകൊണ്ട് ഞാൻ അല്ല. എന്നാലും ഷിയാസ് കരീമിനെ കുറിച്ച് നേരത്തെ അലിഗൻസ് വന്നു, പ്രശ്നങ്ങൾ വന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ സൈഡിൽ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ നാസിലേക്ക് എന്താ പറയാനുള്ളത്? ഷിയാസ് കരീം ആയാലും ഇപ്പം സജിന ആയാലും ഫിറോസ് ആയാലും
എനിക്ക് അങ്ങനെ ഇപ്പൊ ഈ ഷിയാസ് കരീം കാരണമാണോ സജനയുടെയും ഫിറോസിക്കാടെയും ജീവിതത്തിൽ അങ്ങനെ ഒരു ഇഷ്യൂ വന്നത് എന്നൊക്കെ എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. എനിക്ക് അറിയാത്ത കാര്യം ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ സത്യത്തിൽ ഞാൻ ആദ്യം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഫാദറും മദറും കൂടെ ഷിയാസിനെ ഉറപ്പിച്ചു എന്ന് വിചാരിച്ചു കല്യാണത്തിന്. അങ്ങനൊന്നുമില്ല. അങ്ങനെ വിചാരിച്ചു. ജസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നോട് ഒരുപാട് പേര് വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ തമ്മിലല്ലേ റിലേഷൻ, ഷിയാസിന്റെ പഴയ കാമുകയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ടെക്സ്റ്റ്. ഞാൻ സത്യം പറഞ്ഞ ഞാൻ അറിഞ്ഞിട്ടില്ല. എനിക്ക് വേറെ പ്രശ്നം നടന്നത് എന്താണ്, മറ്റേ ഒരു ഷിയാസിന്റെ ഒരു പ്രോബ്ലം വന്നപ്പോഴ് അത് നാസിലാന്ന് ആൾക്കാർ പറഞ്ഞവരുണ്ട്. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല. എനിക്ക് അവരുടെ അടുത്തൊന്നും ഒന്നും പറയാനില്ല. അല്ല, ആൾക്കാരെ തെറ്റിദ്ധാരണകളാണ് അങ്ങനെ വരുന്നത്. പറഞ്ഞിട്ട് എനിക്കൊന്നും പറയാനില്ല. ഞാനല്ലെന്ന് എനിക്കും അറിയാം. പക്ഷെ പേഴ്സണലി എനിക്ക് ഷിയാസിനെ അറിയാം. ഹീസ് വെരി ഗുഡ് മാൻ, നല്ലൊരു മനുഷ്യനാണ്. പേഴ്സണലി എനിക്കറിയാം, ഷിയാസുമായിട്ട് കോൺടാക്ട് ഉണ്ട്. ഷിയാസിനെ എനിക്കറിയാം. പക്ഷെ നാസിൽ പോകാൻ കഴിയുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷം തന്നെ ആയിരുന്നു ഷിയാസിനെ കേട്ടോ. കൊട്ടാരക്കരയുടെ മരുമകനാവാൻ ഇല്ല ആയിട്ടില്ല മരുമകനാവാൻ പോകുന്ന സന്തോഷമായിരുന്നു. പക്ഷെ പിന്നെ അറിഞ്ഞത് ഇതിലും നല്ല മരുമകനെ കൊണ്ടുവരാം. ആരോ ഉണ്ടല്ലോ മനസ്സിലായി. ഞാൻ പറയാം, അത് പറഞ്ഞിട്ട് ആരാണ്, ആരെങ്കിലും ഉണ്ടോ മനസ്സിലായി. ഇതിലും ആ കണ്ണുകളിലുണ്ട് ആരോ ഉണ്ടെന്നുള്ളത് നമ്മളോടത്ത് റിവീൽ ചെയ്യാൻ പറ്റുമെങ്കിൽ പറയാം. അല്ല, ഞാനത് ക്യാമറ ചേട്ടനെ നോക്കിയത്. അനുചേട്ടനാണോ തരാം. നമ്മള് ഇപ്പൊ സിനിമ ഇപ്പൊ ഇറങ്ങാൻ പോവാണ്. ഈ മാസം റിലീസാണ്. സിനിമയുടെ പേര് ഏത് ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്? സിനിമയുടെ പേര് DNA എന്നാണ്. TS സുരേഷ് ബാബു സാറിന്റെ മൂവിയാണ്. ഈ മന്ത് ലാസ്റ്റ് റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതില് ക്യാരക്ടർ ഒന്നും ഞാനിപ്പോ തൽക്കാലം പറയുന്നില്ല. അതില് ലക്ഷ്മി റായ് ഉണ്ട്, ഇനിയ, അഷ്കർ സൗദാൻ, ഹന്ന, അങ്ങനെ കുറെ ആർട്ടിസ്റ്റുകളുണ്ട്. നമുക്ക് എന്താ പറയാ, ഇതൊരു സസ്പെൻസ് ത്രില്ലർ ആണ്. ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ട്. കുറെ സസ്പെൻസ് ആയിട്ട് കുറെ പേരൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവർക്കും അല്ല, അങ്ങനെ ആയിക്കോട്ടെ. DNA ഒരു നല്ലൊരു വിജയമാവട്ടെ. കൊട്ടാരക്കരയ്ക്ക് ഒരു ഹിറ്റ് അടിക്കുമ്പോൾ അതിനകത്ത് നമ്മുടെ കൊട്ടാരക്കരയിൽ നല്ലൊരു താരം ഉണ്ടെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. അത് അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇനിയിപ്പോ ഏതൊക്കെ പ്രോജക്റ്റ് ആണ് ഇപ്പം നിലവിലിപ്പോ ഉള്ളത്? ഇനി ഒരു തമിഴ് പ്രോജക്റ്റ് ഉണ്ട്. അപ്പൊ അത് ഓൺ ഗോയിങ് ആണോ? അല്ല, നെക്സ്റ്റ് മന്ത് ആണ് ഷൂട്ട് സ്റ്റാർട്ട് ആവുന്നത്. പിന്നെ ഞാൻ സീരിയൽസ് ഒന്നും ഇപ്പൊ തൽക്കാലം എടുത്തിട്ടില്ല. ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ് ഇപ്പം. അതിൽ നിന്നൊക്കെ ഒരു ബ്രേക്ക് എടുത്തിട്ട് ഈ ഒരു മൂവിയുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് പിന്നെ എനിക്കും ഒന്ന് റെസ്റ്റ് ഒക്കെ വേണം എന്ന് തോന്നി. സോ ഇപ്പൊ ഒരു ബ്രേക്ക് ടൈം ആണ്. നെക്സ്റ്റ് മന്തിൽ മൂവി സ്റ്റാർട്ട് ആവും. അപ്പൊ ഈ നമ്മൾ ഈ അഫെയറിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് എല്ലാവർക്കും അറിയേണ്ടത് നിങ്ങളെപ്പോലുള്ള നായികമാർക്ക് എത്ര കാമുമാരുണ്ടെന്ന്, അല്ലെങ്കിൽ കാമുമാർ എത്ര ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നൊക്കെയാണ് അറിയാനുള്ളത്. അല്ല, കാമുകനാവാൻ ശ്രമിച്ചവർ. എന്റെ ചോദ്യത്തിൽ മിസ്റ്റേക്ക് ഒന്നെയാണ്. കാമുകന്മാരാവാൻ വേണ്ടിട്ട്, ലവർ ആവാൻ വേണ്ടിട്ട് അതിനാവണമെന്നില്ലല്ലേ? പക്ഷെ അല്ല, ഒരു ഫെയിം ആവുമ്പോ നമ്മൾ നോക്കുമല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്താണ് ഈ ഇഷ്ടമാണെന്ന് പറയുകയോ അല്ലെങ്കിൽ അങ്ങനെ ശല്യം ചെയ്യോ, അങ്ങനെയൊക്കെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇഷ്ടമാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അങ്ങനെ ശല്യമായിട്ടൊന്നും എനിക്ക് ഇതൊന്നും ഫീൽ ആയിട്ടില്ല. നാസില എന്തോ ഒരു വിട്ട് സംസാരിക്കുന്നത്. നാസിലേക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? സംസാരിക്കുന്നതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഇല്ല. പിന്നെ എന്താണ് സംസാരിക്കുന്നത്? ഞാൻ പറയുന്നതിന് റിപ്ലൈ എനിക്ക് കറക്റ്റ് ആയിട്ടല്ല തരുന്നത്. എന്ത് പ്രശ്നം? നിങ്ങൾ എനിക്ക് എത്ര കാമുകന്മാരുണ്ടെന്ന് വെച്ചാൽ ഞാൻ അതിന് എന്താണ് റിപ്ലൈ? ഞാൻ പറഞ്ഞല്ലോ, എന്റെ ക്വസ്റ്റ്യന്റെ മിസ്റ്റേക്ക് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ എന്താണ് ചോദിച്ചത് ഒന്നുകൂടെ പറയും. അതെ, ഞാൻ ചോദിച്ച ചോദ്യം ഇത്രേ ഉള്ളൂ. അതായത് എനിക്ക് കാമുകന്മാരുണ്ടോന്ന്, ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ആരെങ്കിലും ഒക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടോ? ഇഷ്ടമാണ് അല്ലെങ്കിൽ കല്യാണം കഴിക്കണം മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇപ്പൊ ഇച്ചിരി ജാടയുണ്ടെന്ന് തോന്നുന്നു സംസാരത്തില്. ഇത്ര നേരം ഇല്ലായിരുന്നു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോ ഉണ്ടായിരിക്കും. ഒന്ന് കട്ട് ചെയ്യണേട്ടോ. തോന്നെങ്കിൽ ചിലപ്പോ ഉണ്ടായിരിക്കും. അതിപ്പോ ഞാനൊന്നും പറയും. ഇപ്പൊ ഞാനായിട്ടല്ലേ സംസാരിക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ വന്നിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനാണ്. അല്ല, ഇത്രയും കാണിക്കേണ്ട ഇങ്ങനാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സംസാരിച്ചാൽ മതി. താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ഇന്റർവ്യൂ ഇവിടെ കട്ട് ചെയ്യും. അല്ല, പിന്നെ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നാസിലേക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റില്ല. റിപ്ലൈ ഞാൻ ചോദിക്കട്ടെ, ഞാൻ തെറ്റെന്താ ചോദിച്ചത്? എന്താണ് ചോദിച്ചത്? തെറ്റെന്താ ചോദിച്ചത്? എത്ര കാമുകന്മാരുണ്ട്? ഞാൻ തിരുത്തിയല്ലോ. ഞാൻ ചോദിച്ചത് എങ്ങനെയാണ്? മെസ്സേജ് ആരെങ്കിലും ഒക്കെ ഇടാറുണ്ടോന്നല്ലേ ചോദിച്ചത്? മെസ്സേജ് അത് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. അല്ല, നമ്മൾ ഇന്റർവ്യൂ ആകുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുള്ള പറയാലോ. ഇന്റർവ്യൂ ആണെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറയണം. അങ്ങനെ അത് ശരിയല്ല. അത് സംസാരിക്കുന്നത് ശരിയല്ല. കാര്യം നമ്മൾ അങ്ങനല്ല. ഇത് വെരി പേഴ്സണൽ അല്ല. എക്സ്ക്യൂസ് മീ, ഇത് വെരി പേഴ്സണൽ അല്ല. ഇത് വെരി പേഴ്സണൽ ആണ്. എനിക്കിപ്പോ ഒരാള് മെസ്സേജ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലല്ല, ഇത് വെരി പേഴ്സണൽ അല്ല. കാര്യം എന്ന് വെച്ചാൽ കോമൺ ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. എന്ന് വെച്ചാൽ
ഒരു ആക്ട്രസോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു, അത് എന്തൊക്കെയാണെന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളോട് അത് പറയാം. എന്തൊക്കെയാണ് ചോദിക്കുന്നത്? തെറ്റിദ്ധാരണയാണ്, അങ്ങനെ ചോദിക്കാൻ പാടില്ല. തെറ്റിദ്ധാരണയെന്നല്ല, നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനും നിങ്ങൾ ചോദിക്കാൻ ഞാൻ പാടില്ല. ചോദിക്കും, എന്റെ ഇന്റർവ്യൂവിൽ ഞാൻ ചോദിക്കും. എനിക്ക് അതിന് മറുപടി പറയാൻ താല്പര്യമില്ല. ഞങ്ങൾ ഇത്രയും ദൂരം ഇവിടെ വന്നത് പിന്നെ എന്തിനാ വന്നത്? നിങ്ങൾ ഇത് ചോദിക്കാനാണോ ഇത്ര ദൂരം എത്ര ദൂരം? എനിക്ക് ഇതിന് റിപ്ലൈ ചെയ്യാൻ താല്പര്യമില്ല. ചേട്ടാ കട്ടാണോ? കട്ട് ചെയ്ത് തരാം. എനിക്ക് നിങ്ങളോട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എനിക്ക് ഇന്റർവ്യൂ ചെയ്യാനും താല്പര്യമില്ല. ഞാൻ മോശമായിട്ട് എന്തെങ്കിലും ചോദിച്ചോ? സാധാരണ എങ്ങനെ പെങ്ങൾ എങ്ങനെ ചോദിക്കാറുള്ളത്? അവിടെ തന്നെ എങ്ങനെ ചോദിക്കാറുള്ളത് സാധാരണ? ഞാൻ ചോദിച്ചത് ഒരു താരമാകുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ മെസ്സേജ് ഇടും ഇഷ്ടമാണെന്ന് പറയും, ശരിയല്ലേ? അതിന് നോർമലി മറുപടി പറഞ്ഞാൽ പോരെ? എനിക്ക് ഇങ്ങനെ മറുപടി പറയാൻ അറിയത്തുള്ളൂ. എന്റെ പേഴ്സണൽ കാര്യങ്ങൾ ആരും ചോദിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്തോ വീട്ടുകാർ ചോദിക്കുന്നത് ഇഷ്ടമല്ലേ? ആരും ചോദിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ അതൊക്കെ ഇതൊക്കെയാണ് അഹങ്കാരം തന്നെയാണ്. ഇന്റർവ്യൂടെ ചേർത്ത് നമുക്ക് അഹങ്കാരമുള്ള മൂവികളുടെ മീഡിയക്ക് നമുക്ക് അല്ലല്ല എനിക്ക് വൈൻഡപ്പ് അല്ലല്ല എനിക്ക് വൈൻഡപ്പ് ചെയ്യണം. അല്ലല്ല വൈൻഡപ്പ് ചെയ്യണം. അവിടെ വൈൻഡപ്പ് ചെയ്യണം. അവിടെ ഇരിക്കും. സോറി കൈ പിടിച്ചത് അല്ല, ക്യാമറ ഓൺ ആക്കട്ടെ. ഞങ്ങൾ ഇത്രയും ദൂരം വന്നല്ലേ? നിങ്ങൾ ഇത്ര ദൂരം വന്ന് പറഞ്ഞ എന്റെ കയ്യിൽ പിടിക്കണം. കൈ പിടിച്ചതിന് സോറി. ഇയാളോണ്ട് കേസ് കൊടുക്കും. കൈ പിടിച്ചതിന് കേസ് കൊടുക്കും. കേസ് കൊടുക്കേണ്ടതാണെങ്കിൽ കൊടുക്കും. അല്ലാതെ ആര് കൈ പിടിച്ചാലും കൈ ഇങ്ങനെ വെച്ച് തരേണ്ട കാര്യം. ഓക്കെ കൊണ്ട് കേസ് കൊടുത്തു. ഇത്ര സംസ്കാരം ഇല്ലാത്ത ആരോടും ഇനി സംസാരിക്കാൻ താല്പര്യം. ഇനി എന്നെ അടിക്കല്ല്, കേസും കൊടുക്കല്ല്, കേസ് കൊടുക്കല്ല്. ഞാൻ വിചാരിച്ച എന്നെ കരയുവാണോ? കരഞ്ഞു ചിരിച്ചപ്പോ കണ്ടു. ഞാൻ വിചാരിച്ച ഇതോ മറിഞ്ഞു അനുചേട്ടാ പറഞ്ഞു. അല്ല ഞാനേ ആദ്യത്തെ സത്യത്തിൽ ഞാൻ വിചാരിച്ച കൈ പിടിച്ച് ഇനിയിപ്പോ ഇനി അടി തരുമെന്ന് വിചാരിച്ചു. രണ്ടോ എന്തായാലും പിടിച്ചു. ഒന്നുകൂടെ വേണമെങ്കിൽ എടുത്താ ഞാൻ റീടേക്ക് എന്തായാലും ഞാൻ ചെറിയൊരു പ്രാങ്കര നോക്കിയതാ. പക്ഷെ അത് ഭയങ്കര ബോൾഡായിട്ട് പ്രതികരിച്ചു. കാര്യം ഇങ്ങനെയുള്ള പെണ്ണുങ്ങളാണ് ആവശ്യം. കാര്യം എങ്ങനെയാണ് ചോദ്യങ്ങൾ. ഞാൻ പെട്ടെന്ന് പഠിച്ചതല്ല റിയാക്ട് ചെയ്യാൻ. ഞാൻ സീരിയലിലൊക്കെ പോകുന്ന ടൈമിൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് എന്നെ ഓണാക്കില്ലായിരുന്ന നിങ്ങളെ തിരിച്ച് എനിക്ക് ഓക്കെ അതെനിക്ക് തിരിച്ചൊരു പ്രാങ്ക് അതെനിക്ക് ഇഷ്ടപ്പെട്ടു.